അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. സദഖല്ലാഹ്. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി മാറ്റട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു പരിപൂർണ ശിഫാ കൊടുക്കട്ടെ. വേദനിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ബദർ യുദ്ധം, വിശുദ്ധമായ റമദാനിൻ്റെ 17-ാം ദിവസം ബദറിന്റെ രണഭൂമിയിൽ ആജാന ബാഹുക്കളും കൊലകൊമ്പന്മാരും അടങ്ങിയ ആയിരക്കണക്കിന് ആളുകളോട് വെറും 313 പേരുകൾ, ആയുധങ്ങൾ കുറവ്, ഒട്ടകങ്ങൾ കുറവ്, ഭക്ഷണങ്ങൾ കുറവ്, ഇങ്ങനെയുള്ള സ്വഹാബത്ത് യുദ്ധം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ പൊരുളാണ് ഞാൻ ആദ്യം പറയുന്നത്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥനയാണ് ബദറിന്റെ വിജയം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ ഉരുവിട്ടു ബദറിന്റെ രണാങ്കളത്തിൽ. ഏതാണ് ആ ദിക്ർ? എൻ്റെ ഉമ്മമാരെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ടെൻഷനുകളും വരുമ്പോൾ നാം ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. ആ ദിക്ർ ഏതാണ്? ആ ദിക്ർ ഒരാൾ 313 വട്ടം ചൊല്ലിയിട്ട് അല്ലാഹുവേ, ബദറിൽ അള്ളാന്റെ മലക്കുകൾ ഇറക്കി വിജയം കൊടുത്തു, ബദറിൽ വിജയിച്ചു, അതുപോലെ എൻ്റെ ഈ പരീക്ഷണത്തിൽ നിന്ന് വിജയിപ്പിക്കണേ അല്ലാ, എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് കരകയറ്റണം അല്ലാ, എൻ്റെ ഈ ദുഃഖത്തിൽ നിന്ന് സന്തോഷം തരണം അല്ലാ. ആ ദിക്ർ ആരാ പറഞ്ഞത്? ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ദിക്റിന്റെ ഷെയ്ഖ്. ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇത് ചൊല്ലിയിട്ടാണ് ബദറിൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ രണഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്. ഇതായിരുന്നു മുത്തുനബി സുജൂദിൽ കിടന്ന് ഉരുവിട്ടിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ഈ ദിക്റായിരുന്നു ചൊല്ലിയിരുന്നത്. അല്ലാഹു ചെല്ലാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബദറിന്റെ രണാങ്കളം, അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബദർ പറയാൻ എനിക്ക് ഭയങ്കര ആവേശമാണ്. ചിന്തിക്കാൻ ആ ആവേശമുണ്ടെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോയിട്ടില്ല, എന്നാൽ ബദ്രീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നു. ആദ്യത്തെ ബദ്രീങ്ങൾ ആരാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മൂന്നാമത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. നാലാമത്തേത് ആരാണ്? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എന്താണ് ഉസ്മാൻ തങ്ങളെ എണ്ണാനുള്ള കാരണം?
ഉസ്മാൻ തങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ല. ഭാര്യയ്ക്ക് രോഗമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണല്ലോ, മുത്ത് നബി പറഞ്ഞു, നിങ്ങൾ ഭാര്യയ്ക്ക് രോഗാണ്, നിങ്ങൾ ഭാര്യയെ നോക്കണം. റസൂലുള്ളാഹി തങ്ങളോട് വീണ്ടും ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ഞാൻ വരാം മുത്ത് നബിയെ. ആ ഒരു മനസ്സിനാണ് പവറുള്ളത്. എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഏത് കാര്യവും നമ്മൾ നിയ്യത്തായിട്ട് ഇറങ്ങിയാൽ, ആ നിയ്യത്ത് ശരിയായാൽ, ആ നിയ്യത്തൊരു യക്കീന് ഉറപ്പായാൽ, അത് ചെയ്തതിൻ്റെ ഫലം അള്ളാഹു നമുക്ക് തരും. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ നിസ്കാരത്തിന് വേണ്ടി പോവുകയാണ്, അയാളുടെ പോകുന്ന വഴി അടഞ്ഞിരിക്കുകയാണ്, അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. അയാളുടെ കൽബിൽ വല്ലാത്ത സങ്കടം, പടച്ചോനെ എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. ആ വല്ലാത്ത സങ്കടം അയാൾക്ക് കടന്നു വന്നാൽ അയാൾ ജമാഅത്ത് നിസ്കരിച്ചതിൻ്റെ പുണ്യം അല്ലാഹു കൊടുക്കുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എൻ്റെ ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടു കൂടെ പറയട്ടെ, നിങ്ങളെ 15-18 വയസ്സ് മുതൽ നിങ്ങൾ 25 വയസ്സ് വരെ അല്ലെങ്കിൽ 30 വയസ്സ് വരെ നല്ല ആക്റ്റീവായിരുന്നു, നല്ല ജമാഅത്ത് മുടക്കിയിട്ടില്ല, ബദരീങ്ങൾ ആണ്ട് മുടക്കിയിട്ടില്ല, തറാവി മുടക്കിയിട്ടില്ല. 40 വയസ്സങ്ങ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതകൾ തുടങ്ങി, രോഗങ്ങൾ വരാൻ തുടങ്ങി. നിങ്ങൾക്ക് വല്ലാത്ത സങ്കടം, പടച്ചോനെ എനിക്ക് ആ തറാവിക്ക് പങ്കെടുക്കാൻ കഴിയണില്ലല്ലോ, എനിക്ക് ശരിക്കും അത്തഹിയ്യാത്ത് ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ, അല്ലാഹ് എൻ്റെ നല്ല ആയുസ്സുകാലത്ത്, നല്ല ആരോഗ്യമുള്ള കാലത്ത് ഞാൻ ആ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിച്ചിരുന്നു, ഞാൻ ആ പള്ളിയിലെ ബദരീങ്ങൾ ആണ്ടിന് സജീവമായിരുന്നു, ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അള്ളാന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടണം. എന്നാൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പൊട്ടിക്കരയുന്ന വേദന അല്ലാഹു കേൾക്കും. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കാല് മുറിഞ്ഞിട്ട് കെട്ടിയിരിക്കുമ്പോ ജമാഅത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ സങ്കടം അല്ലാഹു കേൾക്കും. അതിനെന്ത് വേണം? ആഫിയത്ത് കാലത്ത് സന്തോഷത്തോടുകൂടെ പള്ളിയും ദീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈടടുത്ത് വികായിയുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയി. ആ വികായിയുടെ പ്രവർത്തകന്റെ ജനാസയും പൊക്കിയിട്ട് ആളുകൾ പള്ളിയിലേക്ക് നടന്നു നീങ്ങുമ്പോ നമ്മൾ ആലോചിച്ചു പോയി, പടച്ചോനെ ആ മയ്യത്ത് കട്ടിലിൽ ഞാനായിരുന്നുവെങ്കിൽ. കാരണം വികായിയുടെ കോട്ട് ധരിച്ച് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ പട്ടാളം പോലെ ദിക്റും ചൊല്ലിയിട്ട് ആ മയ്യത്ത് കട്ടിലിൻ്റെ ആ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുന്നത് ഇങ്ങനെ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി. അവിടെയാണ് നമ്മളുടെ കൽബുള്ളത്, നമ്മുടെ ഹൃദയമുള്ളത്. അല്ലാഹുവേ പടച്ചോനെ, മരിക്കുന്ന സമയത്ത് ആഖിബത്തും നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ബദറിന്റെ രണാങ്കളം മൂർച്ഛിക്കുകയാണ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. സൊഫുകൾ ബദറിലേക്ക് പോവാനുള്ള, ബദർ യുദ്ധത്തിന് പോവാനുള്ള ആളുകളുടെ സൊഫുകൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ നടന്നിട്ട് മുത്തുനബി കാണാതിരിക്കാൻ നടക്കുകയാണ്. അങ്ങും ഇങ്ങും ഇങ്ങനെ നടക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ കണ്ണിൽ പെടാതിരിക്കാൻ. മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നു.
ആ സമയത്തതാ തൻ്റെ ഇക്കാക്കയായ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തേ മാറിക്കളിക്കുന്നത്, എന്തേ അങ്ങുമിങ്ങും ഒതുങ്ങിക്കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയൻ ഈ കാക്കയോട് പറയുന്നു, കാക്കാ, അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങ് കണ്ടുപോയാൽ എനിക്ക് പെർമിഷൻ കിട്ടില്ല, ഞാൻ വീട്ടിലേക്ക് പോവേണ്ടി വരും, ശത്രുവിൻ്റെ വെട്ടേറ്റ് മരിക്കാൻ കഴിയില്ല, ഈ കാക്ക ഷഹീദാകാൻ കഴിയില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയിൽ ആ കുട്ടി പെടുന്നത്. വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ എന്താ? നബിയേ, എനിക്ക് യുദ്ധത്തിന് പോവണം. മോനെ 16 വയസ്സല്ലായിട്ടുള്ളൂ, മാറി നിൽക്കണം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ പിടിച്ച് നമ്മളെ മക്കള് കരയുന്നത് പോലെ നമ്മളെ മക്കള് മിഠായിക്ക് വേണ്ടി കരയുന്നു, സൈക്കിളിന് വേണ്ടി കരയുന്നു. അതുപോലെ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് കരയുന്നു. ഇതുപോലെ 16 വയസ്സുള്ള ചെറിയ കുട്ടി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ പിടിച്ചിട്ട് കരയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കും പോവണം റസൂലേ സ്വർഗത്തിലേക്ക്. ഊരിപ്പിടിച്ച ശത്രുവിൻ്റെ വാളിന് ഇരയായി രണഭൂമിയിൽ കിടന്ന് ഷഹീദാവാൻ. ഞാൻ എന്താ ഈ കേൾക്കണത്? അല്ലാഹ്, ഞാൻ എന്താ ഈ കേൾക്കണത്? ആ കുട്ടി അങ്ങ് കരഞ്ഞു പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബദാ ഒരു സ്പെഷ്യൽ ഓഫർ നൽകുന്നു, ഒരു സ്പെഷ്യൽ അനുമതി നൽകുകയാണ്. എന്നാ പൊയ്ക്കോ മോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, യുദ്ധഭൂമിയിൽ കിടന്ന് ആ 16 വയസ്സുള്ള ഉമൈർ ബിൻ അബി വഖാസ് തങ്ങൾ ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോകുന്നു. പടച്ചോനെ, അല്ലാഹുവേ, അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ അവരുടെയൊക്കെ ഈമാൻ ആലോചിച്ച് നോക്കി. നിങ്ങളൊക്കെ അവരുടെയൊക്കെ ഈമാൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അല്ലാഹുവിൻ്റെ ഹബീബിനോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, വെള്ളമില്ല യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുന്നു, വെള്ളം വരുന്നു, മഴ പെയ്യുന്നു. ബദറിൽ വല്ലാത്ത മഴ അങ്ങ് വർഷിച്ചു. ഒരു ഭാഗത്ത് മഴ, ഒരു ഭാഗത്ത് മഴയില്ല. റസൂലുള്ളാഹി തങ്ങളും അനുയായികളും താമസിക്കുന്ന സ്ഥലത്ത് മഴ. ആ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ സ്വരൂപിച്ചിട്ട് ഒരു തടാകമുണ്ടാക്കി ബദറിൽ. അതിന്റെ മോഡൽ ഇന്നും ബദറിൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ തടാകമുണ്ടാക്കി. ആ തടാകം കുറച്ച് ആളുകൾ വന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവർ വെള്ളം എടുത്തു പോയിക്കോട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അപ്പുറത്ത് ആരാ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നത്? ശത്രുക്കളാണ്. ആ ശത്രുക്കൾ വെള്ളമെടുത്തു പോയിക്കോട്ടെ, അവർ ആക്രമിക്കരുത്. യുദ്ധം നടക്കാൻ വേണ്ടി പോവാ. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ശത്രുക്കളോട് മുത്തു നബി പറയേണ്ടത് എന്താ? അത് വെട്ടി നിരത്തിക്കളയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല. രണ്ടാമത് ഒരാൾ വരുന്നു, അയാൾ പൊളിക്കാനാണ് വരുന്നത്. അത് നടക്കൂല. ആ സമയത്തതാ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങുന്നു. ആ തടാകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ആരടാ എന്ന് പറഞ്ഞു വരുമ്പോ അസ്വദ് വന്നിട്ട് പൊളിക്കാൻ വരുമ്പോ അസ്വദിന് ഒരൊറ്റ വെട്ടുകൊടുത്തു. രണഭൂമിയിൽ അസ്വദ് പിടഞ്ഞങ്ങ് വിട പറഞ്ഞുപോയി. സക്കറാത്തിന്റെ ഹാലിൽ ഒരു വിരല് കൊണ്ട് ഹൗലിന്റെ ഒരു കല്ലിളക്കിന്ന ചരിത്രത്തിൽ കാണാം. വെട്ടേറ്റിട്ട് അസ്വദ് കിടന്ന് പെടയുമ്പോ ആ സമയത്തും ആ ഹൗലിന്റെ ഒരു കല്ല് ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഈ അസ്വദാണ് നാളെ ഇടത്തെ കൈ കൊണ്ട്
കിതാബ് വാങ്ങുന്ന ആദ്യത്തെ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നാ 3 ആളുകൾ ബദറിന്റെ രണാങ്കളത്തിലേക്ക് പോകുന്നു. റസൂലുള്ളാഹി തങ്ങൾ വലിയ ചരിത്രമാണ്. അൻസാരികളായ സ്വഹാബത്തിനെ ആയിരുന്നു മുമ്പിൽ നിർത്തിയിരുന്നത്. ആ സമയത്താണ് ഞങ്ങൾക്ക് അൻസാരികളെ വേണ്ട, മുഹാജിറുകളെ മതി, അവർ വരട്ടെ യുദ്ധത്തിന്. ആരാണ് മുഹാജിറുകൾ എന്നറിയുമോ? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ വന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വത്ത് വേണ്ട, കുടുംബം വേണ്ട, സ്വന്തം നാട് വിട്ടിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ വന്നവരാ. നിങ്ങൾക്കറിയുമോ മഹാനായ ശുഐബ് സിനാനി റൂമി തങ്ങൾ? ആരായിരുന്നു ബഹുമാനപ്പെട്ട ശുഐബ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മദീനയിലേക്ക് പുറപ്പെട്ടവരായിരുന്നു. ഭയങ്കര സമ്പന്നൻ, ഒരുപാട് റോമയിൽ നിന്ന് വന്ന് ഒരുപാട് സമ്പത്തുണ്ടാക്കി, അങ്ങനെ വലിയൊരു മുതലാളിയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലല്ലാതെ മറുനാട്ടിൽ നിന്ന് വന്നിട്ട് ഇനി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയ ആളാ, അതുകൊണ്ട് ഒരു സമ്പത്തും പോവുകയാണെങ്കിൽ തരില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സമ്പത്ത് കൂട്ടിപ്പിടിച്ച് കിടന്നുറങ്ങേണ്ടവരല്ല, എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എടുക്കണം, എൻ്റെ ഈത്തപ്പഴത്തോട്ടം മുഴുവൻ നിങ്ങൾ എടുക്കണം, എൻ്റെ എല്ലാ സമ്പത്തും നിങ്ങൾ എടുക്കണം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞവരാണ് മുഹാജിറുകൾ. അല്ലോ, അവരെയാണ് നമുക്ക് വേണ്ടത്. അലിയാർ തങ്ങളും ഹംസ റളിയല്ലാഹു തആല അൻഹും അതുപോലെ ഉബൈദ തങ്ങളും രണഭൂമിയിലേക്ക് പോവുക. അലിയാർ തങ്ങളും ഹംസ തങ്ങളും തന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി. ഉത്ബത്തും ഷൈബത്തും വലീദും. പ്രായമായ ഉബൈദ തങ്ങൾ വലീദുമായി യുദ്ധം നടക്കുകയാണ്. അവസാന സമയമതാ വലീദിന്റെ കടിയിൽ നിന്ന് ഉബൈദ തങ്ങളുടെ ശരീരത്തിലേക്കൊരു വെട്ട് വരുന്നു. ഇത് കണ്ട് അലിയാർ തങ്ങളും ഹംസത്തുൽ ഖറാർ തങ്ങളും ഉബൈദ തങ്ങളെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഉബൈദ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, രണഭൂമിയിൽ കിടന്നിട്ട് വലീദിന്റെ കടിയിൽ വെട്ടേറ്റുകൊണ്ട് ഷഹീദാവാൻ കഴിഞ്ഞിട്ടില്ല, ശത്രുവിന്റെ വെട്ടേറ്റ് ഷഹീദാകാൻ കഴിഞ്ഞിട്ടില്ല, യാ റസൂലല്ലാഹ്, ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ, ഇവിടുന്ന് എങ്ങാനും കണ്ണടച്ചു പോയാൽ ഞാൻ ഷഹീദാകുമോ യാ റസൂലല്ലാഹ്? മരിക്കാൻ കിടക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുക, ഞാൻ ഇവിടുന്ന് മരിച്ച ഷഹീദാവോ? റസൂലുള്ളാഹി തങ്ങള് ഉബൈദ തങ്ങളെ സമാധാനിപ്പിച്ചു പറഞ്ഞു, ഇവിടുന്ന് മരണപ്പെട്ടാലും ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരൊക്കെയാണ് ബദറിന്റെ രണാങ്കളം നയിച്ചവർ. അവർക്കുണ്ടായിരുന്നത് ഈമാനായിരുന്നു. അവർക്കുണ്ടായിരുന്നത് ഈമാനാണ്. വേറെ അവരുടെ അടുത്ത് ഒന്നുമില്ല, ആയുധങ്ങളില്ല, ആയുധങ്ങൾ അവരുടെ കയ്യിലില്ല. ആ ബദരീങ്ങൾക്ക് വലിയ സ്ഥാനാണ്. ബദറിൽ പങ്കെടുത്തവർ സ്വർഗത്തിലാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉന്നവർ ആരാണ്? ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. അതുപോലെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത് ആരാണ്? ബദറിൽ പങ്കെടുത്തവരാണ്. ബദറിൽ പങ്കെടുത്ത ആളുകൾ പുറത്തു നിൽക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയും മസ്ജിദുൻ നബവിയുടെ ആൾക്കാരോട്, ഒന്ന് മാറി നിൽക്കി, അവർ കയറി വരട്ടെ, അവർ മുമ്പിലിരിക്കട്ടെ എന്ന്. അത്രയും സ്ഥാനം കിട്ടിയത് എന്തുകൊണ്ടാണ്? ബദറിൽ പങ്കെടുത്തവർക്ക് പരിശുദ്ധമായ റമളാൻ 17-ന്
ശരിക്കും നോമ്പ് തുറക്കാൻ ഭക്ഷണങ്ങളില്ല, അത്തായത്തിന് ഭക്ഷണങ്ങളില്ല. ഒട്ടിയ വയറായിട്ടാണ് ബദറിന്റെ രണാങ്കളത്തിലേക്ക് പോകുന്നത്. അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, തീരുമാനപ്രകാരം അവർ നോമ്പ് മുറിച്ചിരുന്നെങ്കിലും അവരുടെ അന്നത്തെ ഭക്ഷണ രീതിയാണ് ഒന്നുമില്ല വയറ്റില്. കല്ല് ഭാരണ്ടാകാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടിയിരിക്കുകയാണ് സ്വഹാബത്തുൽ കിറാം. അവിടെയാണെങ്കിലോ ഒട്ടക തറുത്തിട്ട് അവർ ഭക്ഷണം വേവിച്ച് അവരിങ്ങനെ കഴിക്കുകയാണ്. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അവരുടെ കൂടെ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഒരു സമയത്താണ് യുദ്ധം നടക്കുന്നത്. ഇവരുടെ കയ്യിൽ ഒന്നേ ഒന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇതല്ലാതെ അവരുടെ കയ്യിലൊന്നുമില്ല. ആ ബദറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠെന്താണ്? ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഹാബത്തിന്റെ ഈമാനായിരുന്നു. അവരുടെ ഈമാനാണ് ബദറിൽ നമ്മൾ കണ്ടിരുന്നത്. ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് അബൂജഹൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആചാര ബാഹുവായ മനുഷ്യൻ. രണ്ട് കുട്ടികൾ പോയിട്ട് അബൂജഹലിനെ വെട്ടി നിരത്തി പോന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാണ്, രണ്ട് കുട്ടികളെങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ കരുതി ഏതെങ്കിലും ഒരു യോദ്ധാവിനെ കൊടുത്തിട്ട് നിർത്തുകയാണെങ്കിൽ എത്ര ഉഷാറായിരുന്നു. പക്ഷെ കുട്ടികൾ ചോദിക്കേണ്ടത് എവിടെ അബൂജഹൽ? എന്തിനാ മക്കൾ നിങ്ങൾക്ക് അബൂജഹലിനെ? അയാൾ ആജാന ബാഹുവ, അയാൾ വലിയ മനുഷ്യനാ, ഭയങ്കര ആരോഗ്യാണ്. ആ സമയത്ത് പറഞ്ഞു, ഒന്നിരിക്കല്ല അബൂജഹലിന്റെ തല അല്ലെങ്കിൽ ഞങ്ങൾ ഷഹീദാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തേ കാരണം? അവരുടെ രക്തത്തിൽ ഈമാനായിരുന്നു, സ്വർഗ്ഗമായിരുന്നു അവർ കണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥയാണ് വിലയിരുത്തേണ്ടത്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉമ്മയോട് സമ്മതം ചോദിച്ച് മോണ കാട്ടി ചിരിക്കുന്ന പൈതലിന്റെ കവളത്ത് ഉമ്മ വെച്ചിട്ടിറങ്ങിപ്പോരുന്നത്. ബാപ്പ ഇനി തിരിച്ചു വരില്ല മക്കളെ. അല്ലാഹുവിന്റെ ഖലാ, രണഭൂമിയിൽ കിടന്ന് ഷഹീദാകാൻ പടച്ച റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പാനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാം എന്ന് പറഞ്ഞ് രണഭൂമിയിൽ പോയവരായിരുന്നു ബദരീങ്ങൾ. അവരുടെ ഈമാനിനാണ് പവർ. അവരുടെ ഖൽബിൽ ഈമാനായിരുന്നു, ഉറച്ച ഈമാൻ. ആ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടവരാണ് ബദരീങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമളാൻ 17 ദിവസം നമ്മളുടെ പള്ളികളിലൊക്കെ നടക്കുന്ന അസ്മാ ഉൽ ബദർ. ഉമ്മമാരെ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളറയിൽ ഒരു അസ്മാ ഉൽ ബദർ ചൊല്ലിയിട്ട് ദുആരക്കാൻ നാം ഒക്കെ തയ്യാറാവണം. പടച്ച റബ്ബിനോട് നമ്മൾ സങ്കടങ്ങൾ പറയണം. രോഗങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് പടച്ചോനെ ക്യാൻസർ എനിക്ക് തന്ന് പരീക്ഷിക്കല്ല അല്ലാ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അസ്മാ ഉൽ ബദർ നമ്മളെ വീട്ടിൽ എഴുതി വെച്ചാൽ അവിടെ കള്ളന്മാര് പോലും കടക്കൂല. അത്രയും പവറാണ് അസ്മാ ഉൽ ബദറിന്. ആ അസ്മാ ഉൽ ബദർ നമ്മളെ വീട്ടിൽ നടത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ഈ ദിവസത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം.
ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മഹത്തുക്കൾ, മഹാന്മാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണം അല്ലാ. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ വന്നുപോയി അല്ലാ. നീ പുറത്തു തരണം അല്ലാ. ഞങ്ങളെ ഖൽബിൽ ഈമാൻ നൽകണം അല്ലാ. സക്കനാത്ത്, ഹറകാത്ത്, അഫ്ആൽ, അഖ്വാലുകളിൽ അല്ലാഹുവിന്റെ കാവൽ നൽകണം അല്ലാ. ആഫത്ത്, ബലാഗ്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് കാക്കണം അല്ലാ. പടച്ചവനെ, എപ്പോഴാ മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക, ആരുടെ സാന്നിധ്യത്തിലാ മരിക്കുക, എത്രാം വയസ്സിലാണ് മരിക്കുക എന്ന് പറയാൻ ഞങ്ങൾക്കൊരാൾക്കും കഴിയില്ല അല്ലാ. പടച്ചവനെ, നല്ലവരുടെ സാന്നിധ്യത്തിൽ മൗത്ത് നൽകണം അല്ലാ. നല്ലത് ചൊല്ലി പറയുമ്പോൾ മൗത്ത് നൽകണം അല്ലാ. നല്ല സ്ഥലത്താക്കി മാറ്റണം അല്ലാ. പടച്ചവനെ, നല്ല ദിവസമാക്കണം അല്ലാ. നല്ല മാസമാക്കണം അല്ലാ. പടച്ചോനെ, അല്ലാഹുവേ, ബദരീങ്ങളെ കാവല് നൽകണം അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നൽകണം അല്ലാ. ഞങ്ങളെ മക്കളിൽ നൽകണം അല്ലാ. ഞങ്ങളുടെ വാഹനത്തിൽ നൽകണം അല്ലാ. ഞങ്ങളുടെ തഅലീമിലും തദ്രീസിലും നൽകണം അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളുമായി ബന്ധമുള്ളവർ, ഞങ്ങളെ സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, ചെയ്തവർ അല്ലാഹുവേ പലവരുമുണ്ട് അല്ലാ. ഞങ്ങളെ കോളേജിയെ സഹായിക്കുന്നവരുണ്ട് അല്ലാ. പടച്ചവനെ, അവരുടെ ജോലിയിലും ബിസിനസ്സിലും ബദരീങ്ങളെ കാവല് നൽകണം അല്ലാ. പടച്ചോനെ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തണം അല്ലാ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാ. പടച്ചവനെ, ദുനിയാവിലുള്ള മനുഷ്യന്മാര് വെറുത്താലും നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളങ്ങ് സ്നേഹിച്ചാൽ മനുഷ്യന്മാരുടെ വെറുപ്പ് ഞങ്ങൾക്കൊരു പ്രയാസമില്ല അല്ലാഹുവേ. ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടപ്പെടണം അല്ലാ. ഞങ്ങളെ സക്കനാത്ത്, ഹറകാത്ത്, അഫ്ആലുകളിൽ പടച്ചവനെ ബദരീങ്ങളെ കാവല് നൽകണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ജോലി ഇല്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണം അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാ. ഉസ്താദേ, തങ്ങളെ കുറ്റിയടിച്ചിട്ടുണ്ട്, കല്ലിട്ടിട്ടുണ്ട്, കട്ടിൽ വെച്ചിട്ടുണ്ട്, കീശയും മേശയും കാലിയാണ്, നിന്റെ ഖജനാവ് വിശാലമാ. കൊടുത്തനുഗ്രഹിക്കണം അല്ലാ. കൊടുത്തനുഗ്രഹിക്കണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് വലഞ്ഞവർ ദുആ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ട് അല്ലാ. പടച്ചവനെ, തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ നന്നാക്കണം, സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ തോതി പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളെ ദർസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണം അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. കാത്തോളണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഒരുപാട് പ്രവാസികൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അവർക്കൊരു മനസ്സമാധാനം നൽകണം അല്ലാ. മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണം അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണം അല്ലാ. രോഗങ്ങളുള്ളവരുണ്ട്, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് പോലുള്ള മാരകമായ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. കാല് ഇളക്കാൻ കഴിയാത്ത വേദനയാണ്, ഊരന്റെ ഡിസ്കിന് പ്രയാസങ്ങളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, മാറാത്ത തലവേദനയാണ്, തങ്ങളെ ഖുർആനിലേക്ക് പോലും
നോക്കാനുള്ള കാഴ്ചശക്തി നഷ്ടപ്പെട്ടു വരികയാണ്. റബ്ബേ, കേൾവി കുറഞ്ഞവരുണ്ട്, ശ്വാസം മുട്ടലിൻ്റെ തകരാറുണ്ട്, അല്ലാ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, കല്ലിൻ്റെ അസുഖങ്ങളുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുണ്ണിൻ്റെ അസുഖങ്ങളുണ്ട്, യൂറിക് ആസിഡ് കൂടിയിട്ട് കെണുപ്പുകൾ, ആ സകലം വേദനയുള്ളവർ ആമീൻ പറയുന്നു. അല്ലാ പടച്ചവനെ, സോഡിയത്തിൻ്റെ തകരാറുള്ളവർ, പൊട്ടാസ്യത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, കിയാറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അല്ലാഹുവേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. അല്ലാ മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട്, അവസ്മാര രോഗികളുണ്ട്. അല്ലാ നീ പരിപൂർണ്ണ ശിഫ നൽകണം. അല്ലാ റബ്ബേ, കമിലായ ആജിലായ ശിഫ നൽകണം. അല്ലാ ആഫിയത്തുൽ ബർക്കത്ത് നൽകണം. അല്ലാ മരിക്കുന്നതിൻ്റെ മുമ്പ് പാപം പതിഞ്ഞ പാദം മത്വാഫിൽ നിർത്തി ഇരു കരങ്ങളും ആകാശത്തേക്കൊന്ന് ഉയർത്തി പിടിച്ച് കണ്ണിറയെ കഅബ കണ്ട് ദുഃഖദോഷ ഭാണ്ഡ ഭാരക്കെട്ടുകൾ കഅബാലയത്തിൻ്റെ തിരുമുറ്റത്തിറക്കി വെച്ച് ഉമ്മവറ്റ കൽബോല മദീനയും കണ്ട് മടങ്ങാനുള്ള തൗഫീഖ് നൽകണം. അല്ലാ മുത്ത് ഹബീബിനെ മനാമിൽ കാണാനുള്ള തൗഫീഖ് നൽകണം. അല്ലാ പടച്ചവനെ, ഉമ്മ മരണപ്പെട്ടവർ, ഉപ്പ കുടുംബക്കാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കൂടപ്പറപ്പുകൾ, റബ്ബേ പലവരും പള്ളിപ്പറമ്പിലുണ്ട്. അല്ലാ ഭർത്താവ് മരണപ്പെട്ടവരുണ്ട്, ഭാര്യ മരണപ്പെട്ടവരുണ്ട്, മക്കള് മരണപ്പെട്ടവരുണ്ട്, പേരമക്കൾ മരണപ്പെട്ടവരുണ്ട്, സ്നേഹിച്ചവർ മരണപ്പെട്ടവരുണ്ട്. റബ്ബേ, ഈ ബദർ ദിനത്തിന്റെ ആണ്ടിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറിനെ സ്വർഗമാക്കണം. അല്ലാ പടച്ചവനെ, നാളെ ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.